NCERT പുസ്തകങ്ങളിലെ പ്രധാന ചോദ്യങ്ങളാണ് പറയുന്നത്. ദ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. ലഡാക്ക് ഈസ് ദ ഓൺലി വൺ കോൾഡ് ഡെസേർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു കോൾഡ് ഡെസേർട്ടാണ് ലഡാക്ക്. ഇവിടെ താപനില -30°C വരെ താഴാറുണ്ട്. പാങ്കോങ് സോ ലേക്ക് എവിടാന്ന് ചോദിക്കും. ഇത് ലഡാക്കിലാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊരു ലവണരസം അഥവാ ഉപ്പ് രസമുള്ള ഒരു തടാകമാണ്. ലഡാക്കിൻ്റെ ഭൂപ്രകൃതിയുടെ ആകൃതി കാരണം, അതിൻ്റെ ടെറൈൻ കാരണം ഇതിനെ മൂൺലാൻഡ് എന്നും പറയുന്നുണ്ട്. കാരണം മൂണുമായിട്ട് ഒരു ആകൃതി വരുന്നുണ്ട്. ലോസർ ആൻഡ് ഹെമിസ് ഫെസ്റ്റിവൽ ആർ ഇൻ ലഡാക്ക്. ഈ ഫെസ്റ്റിവൽസ് ആചരിക്കുന്നത് ലഡാക്കിലാണ്, ഓർത്തിരിക്കണം. ലോസർ ആൻഡ് ഹെമിസ് ഫെസ്റ്റിവൽ. ഇവിടെ കാണുന്ന ഒരു ജനങ്ങൾ ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ഒരു മൃഗമാണ് യാക്സ്. പാലിനും മാംസത്തിനും മറ്റും ഇവയെ ആശ്രയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഗംഗാറ്റിക് പ്ലെയിൻസ്, ഗംഗാ സമതലത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ സമതലം, ഗംഗാ സമതലം വരുന്നത്. അപ്പം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായ ബ്രഹ്മപുത്ര, ഗംഗ, ഇൻഡസ് തുടങ്ങിയ നദികളും ഇവയുടെ കൈവഴികളും ഈ ഭൂപ്രകൃതിയെ ഫലഭൂയിഷ്ടമാക്കുന്നു. അത് കൃഷിക്കും മറ്റ് മൃഗങ്ങളെ വളർത്തുന്നതിനുമെല്ലാം യോജിച്ച ഒരു ഭൂപ്രകൃതി അവിടെ സൃഷ്ടിക്കുന്നു. ഇനി താർ മരുഭൂമിയെ പറ്റിയാണ് പഠിക്കുന്നത്. താർ മരുഭൂമിയെ തന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും വിളിക്കുന്നുണ്ട്. ഇവിടുത്തെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്ന ഒരു പ്രധാന സ്ഥലമാണ് ജയ്സാൽമീർ. ഇതിനെ ഗോൾഡൻ സിറ്റി എന്നും പറയുന്നുണ്ട്. അപ്പം ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. ഇത് താർ ഡെസേർട്ടിലുമാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ താർ ഡെസേർട്ടിൽ ഒരു ഹിൽ ലേക്ക് ഫോർമേഷൻ രൂപപ്പെടുന്നുണ്ട്. ഇതിനെ സാൻഡ് ഡ്യൂൺസ് എന്നാണ് പറയുന്നത്. ഈ ഷേപ്പ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നതും അറിഞ്ഞിരിക്കണം. കാരണം കാറ്റിൻ്റെ ഒരു പ്രവർത്തനം മൂലമാണ് ഈ സാൻഡ് ഡ്യൂൺസ് രൂപപ്പെടുന്നത്. ഒരു 150 മീറ്റർ വരെ ഇങ്ങനെ ഉയരമുണ്ടാകാറുണ്ട്. താർ ഡെസേർട്ടിൽ ആചരിക്കുന്ന ഒരു പ്രധാന മേളയാണ് പുഷ്കർ മേള. അപ്പം പുഷ്കർ മേള എവിടാണെന്ന് ചോദിക്കും. ഇത് താർ ഡെസേർട്ടിലാണെന്ന് അറിഞ്ഞിരിക്കണം.